ADGP MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ശ്രീജിത്ത്, സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശ മന്ത്രിസഭാ യോഗം പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ നിയമക്കുരുക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? അത്തരം ആശങ്കകൾ സർക്കാരിനില്ല എന്ന് വേണം കരുതാൻ, അല്ലേ? വിജയകുമാർ, കഴിഞ്ഞയാഴ്ച ചേർന്ന IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമാണ് ADGP റാങ്കിലുള്ള MR അജിത് കുമാർ, സുരേഷ് രാജ് പുരോഹിത് തുടങ്ങിയവർക്ക് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ നൽകിയത്. ഈ ശുപാർശയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നത്. സാധാരണ സ്ക്രീനിംഗ് കമ്മിറ്റി നൽകുന്ന ശുപാർശകൾ അതേപടി അംഗീകരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ പതിവ്. ഇക്കാര്യത്തിൽ ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. MR അജിത് കുമാറിനും സുരേഷ് രാജ് പുരോഹിതിനും DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. അതോടുകൂടി വരുന്ന ഒഴിവിൽ DGP സ്ഥാനത്തേക്ക് MR അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിതും നിയമിതരാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. സുരേഷ് രാജ് പുരോഹിതാണ് ഈ ADGPമാരിൽ ഏറ്റവും സീനിയോറിറ്റി ലിസ്റ്റിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനേക്കാൾ മുൻപേ സുരേഷ് രാജ് പുരോഹിത് തന്നെ DGP റാങ്കിലെത്തും. അതിന് പിന്നാലെ MR അജിത് കുമാറും DGP റാങ്കിലേക്ക് വരും. സംസ്ഥാനത്ത് 6 DGP തസ്തികകളാണ് എക്സ് കേഡർ തസ്തികയിലായിട്ടുള്ളത്. ആ തസ്തികകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്കായിരിക്കും ഈ രണ്ടുപേരും DGP റാങ്കിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും ഈ പ്രൊമോഷനുള്ള എല്ലാ തടസ്സങ്ങളും മാറി. വിജിലൻസ് അന്വേഷണം നേരിടുന്ന MR അജിത് കുമാറിനെ സ്ഥാനക്കയറ്റത്തിന് ശുപാർശ നൽകിയ തീരുമാനത്തെപ്പറ്റി ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. കാരണം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നടക്കമുള്ള പരാതികളിലാണ് MR അജിത് കുമാറിനെ എതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. സാധാരണ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരമൊരു ശുപാർശകൾ നൽകുന്ന പതിവില്ലായിരുന്നു. എന്നാൽ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സർക്കാർ സവിശേഷമായ താല്പര്യമെടുത്തു എന്ന് വേണം കരുതാൻ. അത്തരം ആക്ഷേപമാണ് ഇതേപ്പറ്റി ഇപ്പോൾ ഉയരുന്നത്. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതിയുണ്ട്. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആ തീരുമാനമെടുത്തു. സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന്, സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിൽ പറയുന്നത്. അതാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.